ഹായ് ഹലോ അച്ഛമാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് സുഖമാണ് കേട്ടോ. അത്തം പത്തിൽ പൊന്നോണമെന്നല്ലേ, അങ്ങനെ ഞാൻ ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. ഞാൻ ഇതുവരെ അത്തം ഇട്ടിട്ടില്ല. തിരുവോണത്തിൻ്റെ അന്ന് മാത്രമേ അത്തം ഇടാറുള്ളൂ. ഇപ്രാവശ്യം അത്തം 10 ദിവസവും അത്തം ഇട്ട് തിരുവോണത്തിനെ വരവേൽക്കണം എന്നൊരാഗ്രഹം. അത്തപ്പൂവിൻ്റെ ഐതിഹ്യത്തിനെക്കുറിച്ച് പറയുകയാണ്. ആദ്യത്തെ ദിവസം തുമ്പപ്പൂ ഇട്ട് അത്തം തുടങ്ങണം എന്നതാണ് ഒരു ഐതിഹ്യം. കാരണം മഹാബലി തമ്പുരാന് ഏറ്റവും ഇഷ്ടമുള്ള പൂവായിരുന്നു തുമ്പപ്പൂ. തുമ്പപ്പൂവിന് മണവും നിറവും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള പൂക്കൾ തുമ്പപ്പൂവിനെ പുച്ഛിച്ച് തള്ളി അകറ്റി നിർത്തുകയായിരുന്നു. അത് കണ്ട മഹാബലി തമ്പുരാന് ആ തലകുനിച്ച് നിന്നുള്ള ആ ഒരു വിനയവും എല്ലാം കണ്ട് മഹാബലി തമ്പുരാന് തുമ്പപ്പൂവിന് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ മഹാബലി തമ്പുരാൻ ആ തുമ്പപ്പൂവിനെടുത്ത് തലയിൽ ചൂടി. അങ്ങനെ മഹാബലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂ തുമ്പപ്പൂ. അപ്പോൾ തുമ്പപ്പൂവിൽ അത്തം ഇട്ട് തുടങ്ങി മഹാബലിനെ വരവേൽക്കണം എന്നതാണ് ആ ഒരു ഐതിഹ്യം. അത്തത്തിൻ്റെ പിറകിലുള്ള സ്റ്റോറി. ഈ അത്തപ്പൂവിലിടുന്ന ഓരോ പൂക്കളും ഇപ്പം കാണാനേ ഇല്ല. അത്തം, മുക്കുറ്റി, അങ്ങനെ ഒരുപാട് അത്തം 10-ന് അങ്ങനെ 10 പൂക്കളുണ്ട്. ഈ 10 പൂക്കൾ ഇപ്പോൾ കാണാറേ ഇല്ല. നമുക്ക് ആ വംശം നശിച്ചു വരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ പൈസയൊക്കെ കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങി അത്തം ഇടാറാണ് പതിവ്. ഞാൻ തലേ ദിവസമേ പൂ വാങ്ങി വെച്ചിരുന്നു കേട്ടോ. കാരണം നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഇവിടെ കടയിൽ നിന്ന് തുറക്കത്തില്ല. ഞാൻ തലേ ദിവസമേ പൂ വാങ്ങി വെച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ ഇരുന്ന് ആ പൂവിനെയൊക്കെ കട്ട് ചെയ്ത്, പിന്നെ നമ്മൾ ഈ അത്തപ്പൂ ഇടുമ്പോൾ ആ പൂവിൻ്റെ സീഡ്, ആ ബ്ലാക്ക് കളർ സീഡ് വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അത് അത്തപ്പൂവിൽ ഇടുമ്പോൾ ആ ബ്ലാക്ക് എടുത്ത് കാണുകയും അത്തത്തിൻ്റെ ആ ഒരു ഭംഗി തന്നെ പോവും. അതുകൊണ്ട് ബ്ലാക്ക് സീഡ് വരാതെ ബാക്കിയുള്ള ആ ഒരു എതളിനെ മാത്രം വെട്ടിയെടുത്തു. പൂക്കൾ കടകളിൽ നിന്ന് വാങ്ങി, കടകളിൽ നിന്ന് കിട്ടുന്ന പൂക്കൾ വെച്ച് ഇപ്പം അത്തം ഇടുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പണ്ടത്തെ പോലെ ഈ ഫസ്റ്റ് ഇന്ന പൂ, സെക്കൻഡ് പൂ എന്ന് പറഞ്ഞ് അങ്ങനെ റൗണ്ടിന് 10 ലെയേഴ്സിൽ ഇടുന്ന ആ ഒരു സിസ്റ്റം ഇപ്പോൾ കാണാറേ ഇല്ല, വളരെ കുറവാണ്. അങ്ങനെ ഞാൻ ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എനിക്ക് അന്ന് കടയിൽ പോയപ്പോൾ കിട്ടിയത് ജമന്തിയാണ്. മഞ്ഞയും ഓറഞ്ചും ജമന്തിയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മഞ്ഞയും ഓറഞ്ചും ജമന്തിയും വെച്ച് അത്യാവശ്യം സർക്കിളും റൗണ്ട് വരയ്ക്കാനും പിന്നെ പൂക്കളൊക്കെ ഇടാനും ഒക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അത്തം ഇട്ടു ഗൈസ്. ഇങ്ങനെയുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഇരുന്ന ജമന്തിനെ എടുത്ത് നടുക്ക് വെച്ചു. പിന്നെ അതിന് ചുറ്റും ചെറിയൊരു ഓറഞ്ചിൻ്റെ ഒരു ഫ്ലവർ ഷേപ്പിലൊരു 4 റൗണ്ട് വെച്ചതിന് ശേഷം ബാക്കി എഗെയിൻ ഒരു റൗണ്ട് വരച്ചിട്ട് അവിടെയെല്ലാം യെല്ലോ ഫ്ലവേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്തു. രാവിലെ അത്തപ്പൂവൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കോവിലിൽ പോയി കേട്ടോ. അത്തം 1-ന് അങ്ങനെ കോവിലിൽ പോയിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട്, അത്തം ഇട്ടതിന് ശേഷമാണ് കേട്ടോ അമ്പലത്തിലൊക്കെ പോയി തൊഴുതത്. പിന്നെ അത്തം ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പൂ വയ്ക്കണമല്ലോ. എല്ലാം അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ കംപ്ലീറ്റ് ആവില്ല. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് കാക്കപ്പൂവും കൂടെ വച്ച് ഞാൻ അത്തം ഫിനിഷ് ചെയ്തു ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി അത്തം.